അല്ല, നീ ഇപ്പോൾ എവിടെയാണ്? എന്നാൽ നമുക്ക് പോകാം. എനിക്ക് അയാളെ അറിയാം. 10 മിനിറ്റുള്ളിൽ റെഡി ആവണേ. നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതുപോലെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന 10 സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇസെൻഷ്യൽ സെൻറ്റൻസസ് ഇൻ ഡെയിലി ലൈഫ് എന്ന പേരിലെ ഒരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ ഇതുപോലെ സെൻറ്റൻസുകൾ പഠിപ്പിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. ഇതിന് മുമ്പ് ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. ഇനി ഇതുപോലെ ഒരുപാട് പാർട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ നിത്യ സംഭാഷണത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ആദ്യത്തെ സെൻറ്റൻസ്, നീ വൈകിയിരിക്കുന്നു അല്ലെങ്കിൽ നീ താമസിച്ചിരിക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? യു ആർ ലേറ്റ്. എങ്ങനെയാണ്? യു ആർ ലേറ്റ്. ലേറ്റ് എന്ന വാക്കിന് വൈകിയ, താമസിച്ച എന്നൊക്കെയാണ് അർത്ഥം. യു ആർ ലേറ്റ് എന്ന് ഒരുമിച്ച് പറയുമ്പോൾ നീ വൈകിയിരിക്കുന്നു അല്ലെങ്കിൽ നീ താമസിച്ചിരിക്കുന്നു. ഇനി അടുത്തത്, എനിക്ക് അയാളെ അറിയാം. എങ്ങനെ പറയും? ഐ നോ ഹിം. ഐ നോ ഹിം. എനിക്ക് അയാളെ അറിയാം. നോ എന്ന വാക്കിനെ അറിയുക എന്നാണ് അർത്ഥം. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം. ഹിം അയാളെ. ഇനി സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ബി കെയർഫുൾ. ബി കെയർഫുൾ. സൂക്ഷിക്കണേ അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ. കെയർഫുൾ എന്ന വാക്കിന് സൂക്ഷ്മതയുള്ള, ശ്രദ്ധയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ബി കെയർഫുൾ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണേ അല്ലെങ്കിൽ ശ്രദ്ധിക്കണേ. അടുത്തത്, ഇത് എൻ്റേതാണ്. എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് മൈൻ. ഇറ്റ്സ് മൈൻ. ഇത് എൻ്റേതാണ്. മൈൻ എന്ന വാക്കിന് എൻ്റേത് എന്നാണ് അർത്ഥം. ഇറ്റ്സ് മൈൻ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ ഇത് എൻ്റേതാണ്. ഇറ്റ്സ് എന്നത് ഇറ്റ് ഈസ്, ഈ 2 വാക്കുകളുടെ ചുരുക്കരൂപമാണ്. ഇറ്റ് ഈസ് മൈൻ എന്നും പറയാം. പക്ഷെ പറയാൻ എളുപ്പം ഏതാണ്? ഇറ്റ്സ് മൈൻ. ഇറ്റിന് ഇത് എന്നാണ് അർത്ഥം. ഇനി അടുത്ത സെൻറ്റൻസ്, നീ ഇപ്പോൾ എവിടെയാണ്? എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വേർ ആർ യു നൗ. വേർ ആർ യു നൗ. നീ ഇപ്പോൾ എവിടെയാണ്? വേർ എന്നാൽ എവിടെ, നൗ ഇപ്പോൾ. ഇനി നിനക്ക് എത്ര വയസ്സായി? എങ്ങനെ ഒരാളോട് ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ ഓൾഡ് ആർ യു. ഹൗ ഓൾഡ് ആർ യു. നിനക്ക് എത്ര വയസ്സായി. ഓൾഡ് എന്ന വാക്കിന് പഴയ, പ്രായം ചെന്ന എന്നൊക്കെയാണ് അർത്ഥം. ഹൗ എന്ന ചോദ്യവാക്കിന് എങ്ങനെ എന്നുമാണ് അർത്ഥം. ഹൗ ഓൾഡ് എന്ന് ഒരുമിച്ച് പറയുമ്പോൾ എത്ര പ്രായം. ഹൗ ഓൾഡ് ആർ യു. നിനക്ക് എത്ര വയസ്സായി. ഇനി അടുത്തത്, നീ പറഞ്ഞത് ശരിയാണ്. എങ്ങനെ ഒരാളോട് ഇംഗ്ലീഷിൽ പറയാം? യു ആർ റൈറ്റ്. യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. റൈറ്റ് എന്ന വാക്കിന് ശരിയായ എന്നാണ് അർത്ഥം. റൈറ്റ് എന്ന വാക്കിന് വലത് എന്നും അർത്ഥമുണ്ട്. റൈറ്റ് സൈഡ് എന്ന് പറയല്ലോ, വലത് വശം എന്നൊക്കെ പറയല്ലോ. എന്നാൽ ഇവിടെ റൈറ്റിന് ശരിയായ എന്നർത്ഥമാണ്. യു ആർ റൈറ്റ് എന്ന് ഒരുമിച്ച് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാണ്. ഇവിടെ പറഞ്ഞത് എന്നതിന് പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല, പക്ഷെ അതിൻ്റെ മുഴുവൻ ആശയവും അങ്ങനെയാണ്. നീ പറഞ്ഞത് ശരിയാണ്. അടുത്തത്, നമുക്ക് പോകാം. എങ്ങനെയാണ് പറയുന്നത്? ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. ഗോ എന്ന വാക്കിന് പോവുക എന്നാണ് അർത്ഥം. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം. ലെറ്റ്സ് എന്നത് ലെറ്റ് അസ്, ഈ 2 വാക്കുകളുടെ ചുരുക്കരൂപമാണ്. ലെറ്റസ് ഗോ എന്നും പറയാം. പക്ഷെ പറയാൻ എളുപ്പം ഏതാണ്? ലെറ്റ്സ് ഗോ എന്നുള്ളതാണ്. ഇനി അടുത്തത്, നിങ്ങൾ സഹോദരന്മാരാണോ? എങ്ങനെ ചോദിക്കും? ആർ യു ബ്രദേഴ്സ്. ആർ യു ബ്രദേഴ്സ്. നിങ്ങൾ സഹോദരന്മാരാണോ? ബ്രദേഴ്സ് എന്നാൽ സഹോദരന്മാർ. ഇനി അടുത്തത്, 10 മിനിറ്റിനുള്ളിൽ റെഡിയാകൂ. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗെറ്റ് റെഡി ഇൻ 10 മിനിറ്റ്സ്. ഗെറ്റ് റെഡി ഇൻ 10 മിനിറ്റ്സ്. ഗെറ്റ് എന്ന വാക്കിന് കിട്ടുക, ലഭിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ റെഡിയാവൂ. ഗെറ്റ് റെഡി ഇൻ 10 മിനിറ്റ്സ്. 10 മിനിറ്റിനുള്ളിൽ റെഡിയാവൂ. ഇനി ഈ സെൻറ്റൻസുകളെല്ലാം നന്നായി പഠിച്ച് സന്ദർഭമനുസരിച്ച് നിങ്ങളുടെ സംഭാഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ബാക്കി സെൻറ്റൻസുകളെ പാർട്ട് 3 എന്ന വീഡിയോയിൽ നമുക്ക് പഠിക്കാം.